വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കാറ്ററിങ്ങിന് പോയിട്ടുണ്ട്, വണ്ടി ഓടിക്കാൻ ഡ്രൈവറായിട്ട്. ഇപ്പോൾ സൈഡിൽ നിന്നും ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായി. അപ്പോൾ അത് കാരണം എനിക്ക് അഹങ്കാരി എന്നുള്ളൊരു ടൈറ്റിൽ പണ്ട് മുതലേ കേൾക്കും. വരും ദിവസങ്ങളിൽ അവരുടെ മുമ്പിൽ നീ പോലും അറിയാതെ നിന്നെ സോറി പറയിപ്പിക്കും. അവർക്ക് വേണ്ടി വർക്കുകൾ ഞാൻ ചെയ്യിപ്പിക്കും. മാക്സിമം കഷ്ടപ്പെടുത്താവുന്നതിൻ്റെ മാക്സിമം കഷ്ടപ്പെടുത്തുന്നു. ലൈഫിൽ പലപ്പോഴും ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ സംഭവിക്കും, അല്ലെങ്കിൽ നമ്മളത് കാണും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പ്രതികരിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിന്നു പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനെ ബ്രേക്ക് ചെയ്ത ഒരു കഥ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ RJ ആൻഡപ്പൻ. ബിബിൻ എന്നുള്ള പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ റേഡിയോ ലൈഫിലേക്ക് വന്ന സമയത്ത് ആ പേരിനോട് എൻ്റെ കമ്പനിക്കും ബാക്കിയുള്ള ആൾക്കാർക്കും ഒന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആ പേര് മാറ്റി ആൻഡപ്പനിലേക്ക് മാറി. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്നെ ബിബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോലും അറിയില്ല. കാരണം ആൻഡപ്പൻ RJ ആൻഡപ്പൻ എന്നുള്ള രീതിയിലാണ് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാറുള്ളത്. എന്നെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. പാലക്കാട് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു കൺസെപ്റ്റ് പോലെ തന്നെയാണ്. കുറച്ച് ഒരു ഉൾപ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്. സോ അതുകൊണ്ട് തന്നെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഇച്ചിരി പുറകിലേക്കാണ് കുറച്ച് കാലം, അതായത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെയുള്ള സമയത്ത്. ഇപ്പം അങ്ങനെയാണെന്നൊന്നും പറയില്ല, കാരണം ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വരുന്നൊരു നാടാണ്. സോ അങ്ങനെയുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ സ്കൂളിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ആക്ച്വലി എൻ്റെ ലൈഫിൽ ഈ പറയുന്ന ടേണുകളൊക്കെ ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്കൊക്കെ ഈ സമ്മർ ക്യാമ്പ് പരിപാടീസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പം എനിക്ക് ഇങ്ങനത്തെ ഗെയിംസ് കാര്യങ്ങൾക്കൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് ഫുട്ബോളും ഭയങ്കര ഇഷ്ടമാണ്, മെസ്സിയും ഭയങ്കര ഇഷ്ടമാണ്. ഇത് മാത്രം കൊണ്ടല്ല, അല്ലെങ്കിലും ഗെയിംസിനോട് ഭയങ്കര ഇഷ്ടമാണ്. സോ അങ്ങനെ ഒരു സമ്മർ ക്യാമ്പിന് പോയ സമയത്ത്, കുട്ടിയായിരിക്കുന്ന സമയത്ത്, കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5-6 പഠിക്കുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ. പോയ സമയത്ത് ഉണ്ടായ ഒരു ഇൻസിഡന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഞാൻ എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ പെട്ടെന്ന് സംസാരിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും ചുമ്മാ കയറി അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുന്ന ആളെന്നല്ല, എന്നാലും സംസാരിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു 5 പേര് നമ്മുടെ ചുറ്റും വന്നിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ചും പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒക്കെ ഇരിക്കുന്ന ഒരാളാണ്. സോ അത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് സമ്മർ ക്യാമ്പിൽ ഉണ്ടായിരുന്നവർ എന്നെ അന്നത്തെ ഒരു ഗെയിമിൽ, അതായത് ഒരു ഇലക്ഷനാണ്, നമ്മളെ തന്നെ പറഞ്ഞ് ഈ കണ്ട ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ വോട്ട് ചോദിച്ച് ജയിക്കണം. അപ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ധാരണയിൽ എന്നെ എന്ത് ചെയ്തു, അവരെന്നെ പിടിച്ച് അതിനകത്ത് നിർത്തി. അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ട് വേണമായിരുന്നു പറയേണ്ടിയിരുന്നത്. 5 പേരുണ്ടായിരുന്നു, 5 ഗ്രൂപ്പായിരുന്നു. അതിലാദ്യത്തെ ആൾ ഞാനാണ്. അപ്പം മുമ്പ് ആരും പറഞ്ഞിട്ടുമില്ല, കുഞ്ഞു കുട്ടിയാണ്, എന്ത് പറയണമെന്ന് അറിയില്ല. സ്റ്റേജിലേക്ക് കയറി വന്നു. സ്റ്റേജിൽ കയറി വന്ന് മൈക്കിന്റെ ഫ്രണ്ടിൽ നിന്ന് നേരെ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു വലിയ സമൂഹത്തെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഞാൻ അത്രയും പേര് ആ സമ്മർ ക്യാമ്പിന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് സത്യം പറഞ്ഞാൽ അറിയണം. ആ സ്റ്റേജിൽ കയറിയപ്പോഴാണ് എനിക്ക് ഒരു വാക്ക്, അതായത് എനിക്ക് തോന്നുന്നു ഹലോ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പിന്നെ ഒന്നും മിണ്ടിയില്ല. അവിടെ നിന്ന് ഇപ്പം എന്നെ കുഴപ്പമില്ല, കാരണം ഒരു 5 മിനിറ്റായി 10 മിനിറ്റായി ഞാൻ മിണ്ടുന്നില്ല. അത് കാരണം ഒരു ടീച്ചർ വന്നിട്ട് എൻ്റെ അടുത്ത് മാറാൻ പറഞ്ഞു. ഇപ്പം ഈ ആൾക്കൂട്ടത്തിനിടയിലൊക്കെ ആർക്കും വേണമെങ്കിൽ സംസാരിക്കാൻ പറ്റും. ഇങ്ങനെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും എന്തെങ്കിലും ടാലന്റ് ഉണ്ടോ എന്ന് അറിയാന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കി. അതെൻ്റെ ലൈഫിൽ ഇന്നും ഇപ്പം ഞാനിവിടെ വന്ന് നിൽക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും എപ്പോഴും ഓർമ്മയുള്ള ഒരു സിറ്റുവേഷനാണ്. അത് തന്നെയാണ് എൻ്റെ ലൈഫിൽ എന്നെ ചേഞ്ച് ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് എൻ്റെ ഒരു ലൈഫ് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഡിഗ്രി സമയത്ത് ഞാൻ ടൂറിസമാണ് പഠിച്ചത്. ആ സമയത്തും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ സംശയങ്ങൾ ഭയങ്കര കൂടുതലാണ്. ഏത് മനുഷ്യനാണ് സംശയമില്ലാത്ത, അല്ലേ? അപ്പോൾ ഈ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ടീച്ചർ എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫസേഴ്സ് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴാണെങ്കിലും ഞാൻ അതിൻ്റെ എന്തെങ്കിലും ഒരു കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇത് ചോദ്യം കൂടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ക്ലാസ്സിലേക്ക് വരണ്ട, എക്സാം ആകുമ്പോൾ വന്നാൽ മതി, അറ്റൻഡൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ തന്നോളാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും എവിടെയും ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴും പറയുമ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിശ്വസിക്കുന്ന കാര്യം തെറ്റാണെന്ന് നമുക്ക് തോന്നുന്നവരേക്കും അത് തെറ്റല്ല. അതിലെന്തെങ്കിലും ഒരു ന്യായം നമ്മുടെ സൈഡിൽ ഉണ്ടാവും. സോ അപ്പോൾ അതിന് ഞാൻ ഒരിക്കലും സോറി പറയാറുമില്ല. എനിക്ക് തെറ്റല്ല എന്ന് തോന്നുന്നവരേക്കും ഞാൻ സോറി പറയാറുമില്ല. അപ്പോൾ അത് കാരണം എനിക്ക് അഹങ്കാരി എന്നുള്ളൊരു ടൈറ്റിൽ പണ്ട് മുതലേ കേൾക്കും. ആൻഡ് എസ്പെഷ്യലി ടീച്ചർമാരോട് എന്തെങ്കിലും ഒരു സംശയവും കൂടെ ചോദിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കുറച്ച് ഓവർ സ്മാർട്ട് ആണെന്നുള്ള പേരും കൂടെ കിട്ടും. ഇത് രണ്ടും കൂടെ ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞ് PG പോയി. അങ്ങനെ PG ഞാൻ ചെയ്തത് സോഷ്യൽ വർക്കിലാണ്. സോഷ്യൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയത്. ഓക്കെ, സംസാരം എന്നെ കൊണ്ട് പറ്റുന്നൊരു പരിപാടിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തൊരു ജോബ് ചെയ്തുകൂടാ? അങ്ങനെ തന്നെയാണ് ഞാൻ സോഷ്യൽ വർക്ക് എടുക്കുന്നത്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഈ സോഷ്യൽ വർക്കിലേക്ക് പോയ സമയത്താണെങ്കിൽ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആൾക്കാരൊന്നുമില്ല. കാരണം മീഡിയയിൽ പോകുമ്പോൾ ഓക്കേടാ, ഇങ്ങനെ ജേർണലിസത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്ന സംഭവങ്ങൾ നമുക്കുണ്ട്,
ഇനി അല്ല ആർജിയിങ്ങിലാണെന്നുണ്ടെങ്കിലും ഇനി വേറെ എന്തെങ്കിലും ഷോ റിലേറ്റഡ് ആയിട്ടാണെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാനൊന്നും നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. സോ അതിനെക്കുറിച്ചുള്ള ബേസിക് ഐഡിയ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഗൂഗിളിലും പറ്റാവുന്നവരോടും ഒക്കെ ചോദിച്ചും മനസ്സിലാക്കി എടുത്തപ്പോൾ എനിക്ക് കിട്ടി, ഓക്കെ, ആർജയിങ് എന്ന് പറയുന്ന ഒരു ജോബ് ഉണ്ട്. ആർജയിങ് എന്നല്ല, ശരിക്കും അത് ഇന്ത്യയിൽ മാത്രം പറയുന്നതാണ്. ശരിക്കും റേഡിയോ ഹോസ്റ്റ് അല്ലെങ്കിൽ റേഡിയോ പ്രസന്റർ എന്നാണ് പറയുക. പക്ഷെ പൊതുവെ ഇവിടെ എല്ലാവരും ആർജെ റേഡിയോ ജോക്കി എന്ന് പറയും. ശരി, എന്നാൽ ആ പരിപാടിയിലേക്ക് പോവാം, ആ പരിപാടിയിലേക്ക് തിരിയാം. എന്തായാലും എഡ്യൂക്കേഷൻ PG കംപ്ലീറ്റ് ചെയ്തിട്ടാവാം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പിന്നെയും എൻ്റെ മുമ്പിലേക്ക് വേറൊരു സാധനം വന്നു വീഴുന്നത്, പോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന സംഭവം. അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ പറയുന്നത് പോലെ ഇപ്പൊ നമ്മൾ കാണുന്ന ഹെവി വെയിറ്റുകളായിട്ടുള്ള പോഡ്കാസ്റ്റേഴ്സ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അന്ന് കുറച്ച് പോഡ്കാസ്റ്റേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ തുടങ്ങുന്ന സമയത്ത്. ഞാൻ തുടങ്ങി, ഞങ്ങളൊരു വലിയ കമ്മ്യൂണിറ്റിയായി മാറി. 2018-ലും 2019-ലും ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓൾ ഇന്ത്യയിൽ ആപ്പിൾ പോഡ്കാസ്റ്റിൽ മലയാളത്തിൽ ടോപ്പ് 3-ൽ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്ന് ഡേർട്ടി ടോക്സ് എന്നായിരുന്നു എൻ്റെ പോഡ്കാസ്റ്റിൻ്റെ പേര്. ഇന്ന് നിലവിൽ ആ പേജ് ഇല്ല, വിഷമമുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ എന്നാലും ഇന്നതില്ല. അവിടെ നിന്നാണ് എൻ്റെ ജേണി വരുന്നത്. അപ്പോൾ എല്ലാവരും എന്നോട് പിന്നീടും പറയാറുള്ള ഒരു കാര്യമാണ്, കാരണം ഞാൻ പഠിച്ചത് സോഷ്യൽ വർക്കാണ്. ഇന്ന് നിലവിൽ സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ PG വെച്ചുകൊണ്ട് തന്നെ എനിക്ക് പുറം രാജ്യങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല ജോബ് ഓഫേഴ്സ് ഉണ്ട്, നല്ല പാക്കേജുകളുണ്ട്, എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ എന്നും സന്തോഷിക്കുന്നത് ഇതുപോലെ സംസാരിക്കാൻ കിട്ടുന്ന വേദികളും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴുമാണ്. സോ അങ്ങനെ ഞാൻ എന്നാൽ പിന്നെ ഈ ബാക്കിയുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. PG കംപ്ലീറ്റ് ചെയ്തു, നേരെ കൊച്ചിയിലേക്ക് കയറി. കൊച്ചി വന്നു. ഇനി ഓക്കെ, ഫിലിം റിലേറ്റഡ് ആയിരിക്കാം ഓർ മീഡിയ റിലേറ്റഡ് ആയിരിക്കാം, ഞാൻ എന്തായാലും കയറും എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കയറി കൊച്ചിയിൽ വന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈ കൊച്ചി ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലും ഒരുപാട് സന്തോഷം തോന്നിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഞാനൊരു ബൈക്കോ അല്ലെങ്കിൽ എനിക്ക് ബസ് എടുക്കാൻ തന്നെ കാശുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ നടന്നിട്ടുള്ള വഴികളാണ് ഇതെല്ലാം, ഒത്തിരി നടന്നിട്ടുള്ള വഴികളാണ് ഇതെല്ലാം. എനിക്ക് കാണാപ്പാടമായിട്ട് അറിയുന്ന സ്ഥലങ്ങളാണ് കൊച്ചിയുടെ ഈ സ്ഥലങ്ങളെല്ലാം. അതിലൂടെ ഞാൻ വോയിസ് ഓവർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കാറ്ററിങ്ങിന് പോയിട്ടുണ്ട്, വണ്ടി ഓടിക്കാൻ ഡ്രൈവറായിട്ട് ഇവിടുന്ന് മാഹി വരേക്കും ഒക്കെ ഓടിച്ചുകൊണ്ട് പോയിട്ട് പലരെയും ഡ്രോപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് വരുമ്പോൾ ഫാമിലി സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല, ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അവരോടൊക്കെ ചോദിക്കുന്നതിന് ഒരു മടിയുണ്ടായിരുന്നു. കാരണം എൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ മാറി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഞാനാണെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവിടെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു കോള് വരുന്നത്. മിർച്ചിയിൽ നിന്ന് കോള് വന്നു. എൻ്റെ ബേസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പോഡ്കാസ്റ്റിങ്ങിൽ ഈ പറയുന്നത് പോലെ തന്നെയുള്ള സംഭവങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടാണ് എനിക്ക് കോള് വന്നത്. വന്നിട്ട് എന്നോട് ചോദിച്ചു, മിർച്ചിയിലാണ്, താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു, ഫൈനൽ റൗണ്ടിൽ കയറി. ആൻഡ് ഓൾമോസ്റ്റ് ഞാൻ പ്ലേസ് ആയി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞത് എനിക്ക് പിന്നെ ഒരു കോള് വന്നിട്ട് പറഞ്ഞു, ബിബിൻ, ഇപ്പോൾ നമുക്ക് നിലവിൽ ഒരു ഫീമെയിലിനെയാണ് ആവശ്യം, സോ ഒരു രക്ഷയില്ല, നമുക്ക് ഇപ്പം എന്തായാലും പ്ലേസ് ചെയ്യാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരി, കുഴപ്പമില്ല, നമുക്കിപ്പോൾ ഈ റിജക്ഷൻസ് ഒന്നും ആദ്യത്തെ സംഭവമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ വലിയ കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞതും എനിക്കൊരു കോള് വന്നു. എന്നോട് ചോദിച്ചു, ബിബിൻ ഇപ്പോൾ താല്പര്യമുണ്ടോ, ട്രിവാൻഡ്രം സ്റ്റേഷനിലേക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു. ഓൺ സ്പോട്ട് ഞാൻ പറഞ്ഞ് അവിടെ നിന്ന് മംഗലാപുരത്തു നിന്നായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഒരു PG കാര്യത്തിന് വേണ്ടി അവിടെ ഇരിക്കുകയായിരുന്നു. അവിടെ എൻ്റെ കാശില്ലാഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ, അതായത് അടുത്ത ദിവസം രാവിലെ ഞാൻ ഇവിടെ വന്ന് ഫോർമാലിറ്റീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഞാൻ മിർച്ചിയിൽ ജോയിൻ ചെയ്തു. ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, ആർജെയിൽ നിന്നവർ പിന്നീട് ചെയ്യുന്നതാണ് പോഡ്കാസ്റ്റിംഗ് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അങ്ങനെയുള്ള ചിലപ്പോൾ ഏക ആർജെ ചിലപ്പോൾ ഞാനായിരിക്കാം പോഡ്കാസ്റ്റിംഗ് ചെയ്ത് അതിൽ നിന്ന് പിന്നീട് ഒരു ആയത്. സോ അത് എനിക്കൊരു അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ന് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ പറയാൻ വന്ന സ്റ്റോറി ഈ പറയുന്നത് പോലെ ഈ സക്സസിലേക്ക് എത്തിയത് മാത്രമല്ല, എൻ്റെ മുമ്പിൽ ഈ 2 വർഷം, അതായത് RJ ആയി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം എനിക്ക് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട്, ടെലിവിഷൻ ചാനൽസിൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്, ഒരുപാട് കോളേജുകൾക്ക് ഇംഗ്ലീഷ് നേരെ ചിലപ്പോൾ പറയാൻ പറ്റാത്ത ഞാൻ പല കോളേജുകളുടെ ഇനോഗ്രേഷനും പോയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചിരി ഇരുചിരി ബമ്പർചിരി എന്ന് പറയുന്ന ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള റിയാലിറ്റി ഷോയിൽ ഞാൻ ചെന്ന് RJ ആയിട്ട് തന്നെ എൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര അഭിമാനമുള്ള കുറേ നിമിഷങ്ങൾ തന്നെയാണ്. അവിടെ നിന്നാണ് എൻ്റെ ലൈഫിൽ ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ RJ ആയിട്ട് എൻജോയ് ചെയ്ത് ജീവിച്ച് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മുമ്പിൽ വെച്ച് എനിക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടിക്ക്
ഒരു വളരെ മോശമായിട്ട്, അതായത് ഞാനിപ്പോൾ എനിക്കത് മുഴുവൻ പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും വളരെ മോശമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാകുന്നത്. അതായത് അവരുടെ സൈഡിൽ നിന്നും ഭയങ്കര വൃത്തികെട്ട രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായി. ആ സമയത്ത് ഞാനെന്ന മനുഷ്യൻ പ്രതികരിച്ചില്ലെങ്കിൽ ഞാനല്ലാതാവും. സോ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പോയി അവരോട് സംസാരിച്ച് ഇതിൽ ഇഷ്യൂ ഉണ്ടാക്കരുത് എന്ന് ഞാൻ സംസാരിച്ചു. അപ്പോൾ എന്നെയും എതിർത്തു, അവിടെ ഉണ്ടായിരുന്ന എല്ലാം കൂടെ ആകെ പ്രശ്നമാക്കി പോയി. അപ്പോൾ എന്നോട് അവരറിയാതെ ചോദിച്ചു, എവിടെയാണ്, എന്താണ് വർക്ക് ചെയ്യുന്നത്, ആരാണ് താൻ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പറയുന്ന പോലെ ആർജയാണ്, റേഡിയോ മിർച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയാണ് എൻ്റെ ഇതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. അടുത്ത ദിവസം ഈ കുട്ടി ഈ പറയുന്ന പോലെ ഇൻസിഡന്റ് എന്ത് ചെയ്തു, അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അവർക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ട് ഇടുന്നുണ്ടായിരുന്നു. സോ അപ്പോൾ അത് ഞാൻ സ്റ്റോറി ഇട്ടതും എൻ്റെ കമ്പനിയിൽ ആക്ച്വലി അതൊരു എൻക്വയറി ആയിട്ട് വരുന്നു. എന്തിന് ആൻഡപ്പൻ അത് ചെയ്തു, എന്തിന് അത് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ ചോദ്യം വന്നു. പക്ഷേ എൻ്റെ ഒരു സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ കമ്പനി ആ സമയത്ത് ഉണ്ടായിരുന്ന എൻക്വയറിയിൽ എന്നെ സപ്പോർട്ടാണ് ചെയ്തത്. ആൻഡപ്പൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല. ഒരു മനുഷ്യൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ടവൻ തന്നെയാണ് ആർജെ എന്നാണ് എന്നോട് ആ FM സ്റ്റേഷനും എല്ലാവരും പറഞ്ഞത്. പക്ഷേ എൻ്റെ ഹെഡായിട്ടുണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇപ്പം ഇതിന് സോറി പറഞ്ഞില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അവരുടെ മുമ്പിൽ നീ പോലും അറിയാതെ നിന്നെ സോറി പറയിപ്പിക്കും, അവർക്ക് വേണ്ടി വർക്കുകൾ ഞാൻ ചെയ്യിപ്പിക്കും, മാക്സിമം കഷ്ടപ്പെടുത്താവുന്നതിൻ്റെ മാക്സിമം കഷ്ടപ്പെടുത്തും എന്ന് പറഞ്ഞു. ആ മൊമെന്റിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞാൽ മതി. ആകെ 5 അക്ഷരമുള്ള ഒരു വാക്കാണ്, ഈസി ആയിട്ട് പറഞ്ഞിട്ട് വേണമെങ്കിൽ എനിക്ക് പോവാം. അതവിടെ ആ പ്രശ്നങ്ങളെല്ലാം തീരുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ സോറി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് ഇവർ ചെയ്യുന്ന ഏത് തെറ്റാണെന്നുണ്ടെങ്കിലും ഞാൻ സോറി പറയേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് അടിമത്വമാണ്. അപ്പൊ ഈ ജോബിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് നിന്ന സമയത്താണെങ്കിൽ, എന്നെ ചെറുപ്പം മുതൽ പപ്പ പറഞ്ഞു തന്നിട്ടുള്ള ഒരൊറ്റ കാര്യമാണ് എന്നെ ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കൽ ഒരു ചെറിയ തെറ്റ് ചെയ്തിട്ട് വീട്ടിൽ നമ്മുടെ സൺഷെയ്ഡ് ഒക്കെ ഉണ്ടാവില്ല, അപ്പൊ അതിന്റെ മുകളിൽ കയറി ഒളിച്ചിരുന്ന സമയത്ത് പപ്പ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ അത് ചെയ്തിട്ടുണ്ടാ? നീ ചെയ്തിട്ടില്ല. നീ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ പേടിക്കണേ? ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല, നീ ഇറങ്ങി വരാൻ പറഞ്ഞു. അത് തന്നെയാണ് ഞാൻ ലൈഫിൽ ഇങ്ങോട്ട് എപ്പോഴും എടുത്തിട്ടുള്ളത്. ഞാൻ ഇന്നും മനസ്സിലാക്കി വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും ഈ പറയുന്നത് പോലുള്ള പല പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് പറയാം, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ നെപ്പോട്ടിസം, പിൻവാതിൽ നിയമനം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാത്തിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ പറയുന്ന പോലെ ഒരുപാട് പേര് ഈ പറയുന്ന മേഖലകളിലേക്കൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, നമുക്ക് കിട്ടുമോ എന്നുള്ള ടെൻഷൻ നമുക്കുണ്ട്. പിന്നെ ഏറ്റവും വലുതായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ടാലന്റ് നമുക്ക് വിശ്വാസം ഇല്ല എന്നുള്ളതാണ്. ഞാൻ സോറി പറയാൻ തയ്യാറായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് പേപ്പർ ഇട്ട് ഞാൻ ഇറങ്ങി. ഇന്നിപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാനുള്ള ഗട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോണില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് എനിക്ക് സക്സസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ ഡിജിറ്റലിലാണെന്നുണ്ടെങ്കിലും PR വർക്ക് കമ്പനീസിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. സോ ഒരിക്കലും നമുക്ക് താല്പര്യമില്ലെങ്കിൽ, നമുക്ക് തെറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവണം എന്ന് മാത്രമാണ് ആൻഡപ്പന് പറയാനായിട്ടുള്ളൂ. ലൈഫിൽ എനിക്ക് എപ്പോഴും എല്ലാവരോടും ഞാൻ ഷോയിൽ ഇരിക്കുമ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എന്ത് സിറ്റുവേഷൻ വന്നാലും ചുമ്മാ കുപ്പിച്ചില്ലായിട്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക, ബാക്കിയൊക്കെ നമ്മുടെ വഴിക്ക് വരും. അങ്ങനെ വിശ്വസിച്ചോളൂ, വന്നിരിക്കും. അത് എൻ്റെ ലൈഫ് കൊണ്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ജോസ് ടോക്സിൽ വന്ന് നിൽക്കാൻ സാധിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ എൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എനിക്ക് ഉണ്ടായിട്ടുള്ള കഷ്ടപ്പാടുകളൊന്നും പറയാൻ വലിയ ആഗ്രഹമില്ലാത്ത ഒരാളാണ്. കാരണം ഇമോഷണലി എന്നെ ആരും അങ്ങനെ അയ്യോ പാവം അവൻ അത് ചെയ്തത് കൊണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായെന്നുള്ളതോ, അല്ലെങ്കിൽ ഇവൻ കഷ്ടപ്പെടുകയല്ലേ എന്നാ സഹായിച്ചേക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടില്ല. എനിക്ക് ഈ പറയുന്ന പോലെ തന്നെ ജോബ് ഞാൻ ക്വിറ്റ് ചെയ്തിട്ട് ഇറങ്ങിയ സമയത്ത് ഒരുപാട് പേര് പിന്നീട് എനിക്ക് പല FMs നിന്നും ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ടായിരുന്നു. പക്ഷെ പലരും വിളിച്ചു പറഞ്ഞ് എൻ്റെ ജോബ് കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഒരാളോട് പോലും ഞാനിപ്പോൾ കഷ്ടപ്പെടുന്നുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ പ്രശ്നമുണ്ടെന്നോ ചോദിക്കാൻ പോയിട്ടില്ല. കാരണം ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം, എനിക്ക് ടാലന്റ് ഉണ്ട്, അതിൽ ഞാൻ രക്ഷപ്പെടും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. സോ ഇപ്പം എനിക്ക് ഒരുപാട് സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോസ് ടോക്ക് ഇങ്ങനെ വീണ്ടും എൻ്റെ സ്റ്റോറി എനിക്ക് തന്നെ ഓർക്കാൻ ഒരു അവസരം തന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. പിന്നെയും ഞാൻ പറയാണ്, എല്ലാത്തിനെയും ചുമ്മാ കുപ്പിച്ചിലായിട്ട് എടുക്കുക. ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തെങ്കിലും ഒരു ദിവസം തിരിഞ്ഞിരിക്കും. നമുക്കൊരു എന്തൊക്കെ കഷ്ടപ്പാടോ അല്ലെങ്കിൽ നമുക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എന്ത് സാധനം വന്നാലും നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ചിലപ്പോൾ ലൈഫിൽ ഇപ്പൊ ഈ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് പോലെ തന്നെ വലിയ സക്സസ് ഒന്നും കിട്ടണമെന്നില്ല, പക്ഷെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഫ്ലുവൻ്റായി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അവസരങ്ങളുടെ പുതിയ ലോകം നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് ജോഷ് ടോക്സ്. പറഞ്ഞു വരുന്നത് ജോഷ് ടോക്സിന്റെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിനെ കുറിച്ചാണ്.
ഇതിൽ പ്രൊഫഷണൽസിനെ വെച്ച് തന്നെ നിരന്തരമായുള്ള സംവാദത്തിലൂടെ നിങ്ങൾക്ക് ലാംഗ്വേജ് സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ ഉണർത്താനും ഈ ആപ്പ് സഹായിക്കും. കൂടാതെ ഡെയിലി ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ലെസൺസിനോട് കൂടിയ അൺലിമിറ്റഡ് ആക്സസ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഡൗൺലോഡ് ദി ആപ്പ് നൗ. ലിങ്ക് ഇസ് ഇൻ ദ കമന്റ് ബോക്സ്.